സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ പറയുകയുണ്ടായി. നമസ്കാരത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ ആർജിക്കാതെ നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഞാനിവിടെ ഓതിവച്ച ആയത്ത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെടുന്ന ഒരായത്താണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിൽ സഹായം തേടുക. ഫഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, തീർച്ചയായിട്ടും അത് ഭയഭക്തി ഇല്ലാത്തവർക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണ്. പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ ഏത് രൂപത്തിലാണ് മറികടക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ നിറഞ്ഞ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വചനം ഇറക്കിയത്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരത്തിലൂടെ, ക്ഷമയിലൂടെ, സ്വബറിലൂടെ അള്ളാഹുവിൽ അഭയം തേടുക. തീർച്ചയായിട്ടും പ്രതിസന്ധികൾ അതുവഴി മറികടക്കാൻ സാധിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്ത് വന്ന പ്രവാചകന്മാർ നമസ്കാരത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രവാചകനാക്കി. ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂനി വഅഖിമിസ് സ്വലാത്ത ലിദ്ദിക്രി. പ്രവാചകനായ ശേഷം മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് അല്ലാഹു ആദ്യമായി പറയുന്നു, ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂനി, ഞാൻ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. വഅഖിമിസ് സ്വലാത്ത ലിദ്ദിക്രി, എൻ്റെ ഓർമ്മ മനസ്സിൻ്റെ അകത്ത് സദാ നിലനിർത്തുവാൻ വേണ്ടി നമസ്കാരത്തെ ചിട്ടയോടെ നിർവഹിക്കാം. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമായിരുന്നു. ഇനി മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഫറോവയുടെ ചരിത്രവും അള്ളാഹു പറയുന്നുണ്ട്. ക്രൂരമായി ഫറോവ ഇസ്രായേലരെ പീഡിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ ഗൗരവത്തിൽ പറയുന്നു. ആ സന്ദർഭത്തിൽ പരസ്യമായി നമസ്കരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഉണ്ടായിത്തീരുന്നു. പരസ്യമായിട്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ല. നമസ്കരിച്ചാൽ ഫറോവയുടെ ആളുകൾ പിടികൂടും. നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യം ഫറോവ എടുത്തു കളഞ്ഞു. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് സൂറത്ത് യൂനുസ്
87-ാമത്തെ ആയത്തിലൂടെ മൂസാ നബി അലൈഹിസ്സലാം ആ ഒരു ചരിത്രത്തെ അള്ളാഹു എടുത്തു വയ്ക്കുന്നു. വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി, മൂസാ നബിക്കും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം അദ്ദേഹത്തിനും നാം വഹയ് നൽകി. അൻ തബവ്വആ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ, നിങ്ങളുടെ വീടുകളെ കിബിലയ്ക്ക് അഭിമുഖമാക്കുക. വജഅലൂ ബുയൂതകും ഖിബ്ല, നിങ്ങളുടെ വീടുകളെ ഖിബ്ലയ്ക്ക് അഭിമുഖമാക്കുക. വഖീമുസ്സലാ, നമസ്കാരം വീടുകളിൽ ചിട്ടയോടെ നിർവഹിക്കുക. വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ തീർത്തും പ്രതികൂലമായ സാഹചര്യമാണ്. പരസ്യമായി നമസ്കരിക്കാൻ സാധിക്കാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം. ആ സന്ദർഭത്തിൽ രഹസ്യമായി വീടുകളിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ വഹയിലൂടെ അറിയിക്കുന്നു. ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് വീടുകളെ വയ്ക്കുക, വീടുകളിൽ രഹസ്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇനി ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്ത് മറിയം 30-31 ആയത്തുകളാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅൽനി നബിയ്യ വജഅൽനി മുബാറകൻ ഐനമാ കുൻത വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഈസാ നബി അലൈഹിസ്സലാം ചെറിയ കുട്ടിയായിരിക്കെ സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. ഖാല, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅൽനി നബിയ്യ, എന്നെ അവൻ പ്രവാചകൻ ആക്കിയിരിക്കുന്നു. വജഅൽനി മുബാറകൻ ഐനമാ കുൻത, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. വൗസാനി, വളരെ പ്രാധാന്യത്തോടെ അള്ളാഹു എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ബിസ്വലാ, നമസ്കാരത്തെ സംബന്ധിച്ച്. വസക്കാ, സക്കാത്തിനെ സംബന്ധിച്ച്. മാദും തുഹയ്യ, ഞാൻ എവിടെ ജീവിച്ചിരുന്നാലും, ഞാൻ എവിടെയായിരുന്നാലും നമസ്കാരവും സക്കാത്തും കൃത്യമായി നിർവഹിക്കണമെന്ന് എൻ്റെ നാഥൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനായിട്ടില്ല, പ്രവാചകനാകുമെന്ന ഒരു പ്രതീക്ഷ, അഥവാ ഭാവിയിൽ അദ്ദേഹം പ്രവാചകനാകും. ആ ഒരു സംഗതി തൊട്ടിലിൽ കടന്നുകൊണ്ട് തന്നെ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്ന പുരോഹിത വിഭാഗത്തോട് ചെറിയ ആ പ്രായത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളാണ് അള്ളാഹുവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി മറിയം ബീവിയെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നുണ്ട്. മറിയം ബീവിയോട് അള്ളാഹു പറഞ്ഞു, യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ. മറിയമേ, നീ റുക്കൂ ചെയ്യണം, നീ സുജൂദ് ചെയ്യണം, നീ റുക്കൂ ചെയ്യുന്നവർക്കൊപ്പം റുക്കൂ ചെയ്യണം. അതിന്റെ അർത്ഥം എന്താ? നമസ്കരിക്കണം. അപ്പോ നമസ്കരിക്കുന്നവർക്കൊപ്പം നീ നമസ്കാരത്തെ നിലനിർത്തണമെന്ന് മറിയം ബീവിയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഞാൻ ഈ സംഗതികൾ ഇവിടെ പറഞ്ഞത്, ഇപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലല്ല നമസ്കാരം നിർബന്ധമാക്കിയത്. നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹമാണ് നമസ്കാരത്തെ നിർബന്ധമാക്കിയത്, അദ്ദേഹത്തിന്റെ കാലശേഷമാണ് നമസ്കാരം ഉണ്ടായത് എന്നൊക്കെ നമുക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യരുടെ സൃഷ്ടിപ്പ് എന്ന് ആരംഭിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ ഈ ഭൂമിയിലേക്ക് എന്ന് അയച്ചോ, അന്നു മുതൽ നമസ്കാരത്തെ അള്ളാഹു നിർബന്ധമാക്കിയിരുന്നു. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഇപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, അല്ലാഹുവേ നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം, എൻ്റെ മക്കളെയും അങ്ങനെ തന്നെയാക്കണം. നിരന്തരമായി അദ്ദേഹം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം ചിട്ടയോടെ നിലനിർത്തുന്ന ഒരു വിഭാഗമാക്കി നീ മാറ്റണമേ. അപ്പൊ മനുഷ്യരുടെ സൃഷ്ടിപ്പ് എന്നാണോ ആരംഭിച്ചത്, അന്നു മുതൽ നമസ്കാരത്തെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിർബന്ധമാക്കിയ ഒരു ഇബാദത്തല്ല.
പിന്നെ അവിടെ പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകത, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ്, ആകാശയാത്ര, അതിനുശേഷമാണ് ചിട്ടയോടെ വ്യവസ്ഥയോടെ നമസ്കാരത്തെ പുനഃക്രോഡീകരിക്കപ്പെട്ടത്. നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പുനഃക്രമീകരണം കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ നമസ്കാരത്തെ അള്ളാഹു പുനഃക്രോഡീകരിച്ചു അല്ലെങ്കിൽ പുനഃക്രമീകരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇന്ന് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൻ്റെ രൂപം നമ്മെ പഠിപ്പിച്ചത്. അതിനു മുമ്പ് നമസ്കാരത്തിൻ്റെ രൂപത്തിൽ, നമസ്കാരത്തിൻ്റെ സമയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സുബഹി, അതുപോലെ ഈ ജുമുഅ നമസ്കാരം, അതേപോലെ ലൊഹർ നമസ്കാരം, അസർ, മഗ്രിബ്, ഇശ പോലെയുള്ള ഫർളായ നമസ്കാരങ്ങൾ, അതേപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ, അതിൻ്റെയൊക്കെ രൂപം നമ്മെ പഠിപ്പിച്ചത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, സ്വല്ലൂ, നിങ്ങളൊക്കെയും നമസ്കരിക്കുക, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ച് നിങ്ങളെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഒരു മാറ്റവും നമസ്കാരത്തിൽ വരുത്താൻ നമുക്ക് സാധ്യമല്ല. ഒരു ഏറ്റക്കുറച്ചിൽ, നമ്മുടേതായ വക കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധ്യമല്ല. സ്വല്ലൂ, നിങ്ങളൊക്കെയും നമസ്കരിക്കുക, കമാ റഅയ്തുമൂനി, നിങ്ങൾ എന്നെ കണ്ടല്ലോ, ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. ഒരു മാറ്റവും അതിൽ വരുത്താൻ പാടില്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. നമുക്കതിൽ കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ അവകാശമില്ല എന്നർത്ഥം. അത്രമാത്രം ചിട്ടയോടെ വ്യവസ്ഥയോടെ നമസ്കാരത്തെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നമസ്കാരത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, സവ്വൂ സുഫൂഫക്കും, നിങ്ങൾ സഫുകളൊക്കെ നേരെയാക്കുക. ഫഇന്ന തസ്വിയത സുഫൂഫ്, ഈ സൊഫിന്റെ പൂർണ്ണത മിൻ തമാമി സ്വലാ, നമസ്കാരത്തിന്റെ പൂർണ്ണതയാണ് എന്ന് പറയാതെ, എന്ന് മഅ്മൂമീങ്ങളോട് അഥവാ പുറകിൽ നിൽക്കുന്നവരോട് പറയാതെ അദ്ദേഹം നമസ്കാരം നിർവഹിച്ചിരുന്നില്ല. അദ്ദേഹം ഇമാമ് നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഉണർത്തുമായിരുന്നു. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുണ്ട് സൊഫിന് എന്നർത്ഥം. നമസ്കാരത്തിന്റെ തമാം, നമസ്കാരത്തിന്റെ പൂർണ്ണത, നമസ്കാരം ശരിയാകണമെങ്കിൽ സഫും ശരിയാകണം. അപ്പൊ സഫ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരസ്പരം ചേർന്ന് നിൽക്കുക, തോളുകൾ ചേരുക, കാലുകൾ അവിടെ വിടവില്ലാത്ത രൂപത്തിൽ ചേരുക, വളരെ നല്ല രൂപത്തിൽ കുനിഞ്ഞു നിൽക്കാതെ കുറച്ചൊക്കെ ഭംഗിയായി നിൽക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നവരെ നേരെ നിർത്തിയിരുന്നു. നേരെ നിൽക്കുക, ശിരസ് മാത്രം കുനിയുക, നിങ്ങളുടെ നടു കുനിയാതിരിക്കുക, ശിരസ് മാത്രം, തല മാത്രം കുനിയുക. അങ്ങനെ സുജൂദിലേക്ക് നോക്കുക, അവിടെ അള്ളാഹു ഉണ്ട് എന്ന ബോധ്യത്തോടെ സുജൂദിലേക്ക് നോക്കുക. അങ്ങനെ നമസ്കാരത്തെ ചിട്ടയോടെ നിർവഹിക്കുക. പുറകിൽ നിന്ന് ആ നമസ്കാരത്തെ വീക്ഷിക്കുന്നവർക്ക് ഒരു ക്രമവും ഒരു ചിട്ടയും കാണുവാൻ സാധിക്കണം. ഇമാമ് കൈകെട്ടുമ്പോൾ ഒരുമിച്ച് കൈകെട്ടുന്നു, ഇമാമ് റുക്കുവിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് റുക്കുവിലേക്ക് പോകുന്നു, ഇമാമ് സുജൂദിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് സുജൂദിലേക്ക് പോകുന്നു, ഇമാമിനെ കൃത്യമായി അനുസരിക്കുന്നു. ഒരു ചിട്ട നമുക്കവിടെ കാണാൻ കഴിയും, ഒരു അനുസരണം നമുക്കവിടെ കാണാൻ കഴിയും. ഇമാമിനെ മുന്തിക്കുന്നില്ല, ഇമാമിനെ ഒരുപാട് പിന്തിക്കുന്നില്ല. എല്ലാവരും വളരെ കൃത്യമായി അച്ചടക്കത്തോടെ ആ ഇമാമിനെ അനുസരിക്കുന്നു. ഇത് പുറകിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് എത്ര ഭംഗിയായിട്ടാണ് ഇവർ പ്രാർത്ഥന നിർവഹിക്കുന്നത്, എത്ര അച്ചടക്കത്തോടെയാണ് ഇവർ നമസ്കരിക്കുന്നത്. ഒരു പട്ടാള ചിട്ട പോലെ ഒരു കമാൻഡർ, അദ്ദേഹം പറയുന്നു, എല്ലാവരും ചിട്ടയോടെ അനുസരിക്കുന്നു. അതുപോലെ അപ്പോ നമസ്കാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്രമവും ചിട്ടയും പഠിപ്പിക്കുകയാണ്. അത് നമസ്കാരത്തിന്റെ ഒരു മെസ്സേജാണ്, ക്രമവും ചിട്ടയും അച്ചടക്കവും. ആ നമസ്കാരത്തിലെ നൃത്തം എത്ര ഭവ്യതയോടെ, എത്ര വിനയത്തോടെ, ആരുടെയും മുമ്പിൽ തലകുനിക്കുന്നില്ല, പടച്ചവന്റെ മുമ്പിൽ മാത്രമാണ് തലകുനിക്കുന്നത്.
അപ്പൊ അങ്ങനെ ചിട്ടയോടെ നിൽക്കുന്നു, ഇമാമിനെ കൃത്യമായി അനുസരിക്കുന്നു. ഇമാമിന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ മാന്യമായിട്ട് അച്ചടക്കത്തോടെ ഇമാമിനെ ഉണർത്തുന്നു. അവിടെയും ഒരു അച്ചടക്കം കാണാൻ കഴിയും. ബഹളമില്ല, ഒച്ചപ്പാടില്ല, വളരെ അച്ചടക്കത്തോടെ വിനയത്തോടെ ഇമാമിനെ ഉണർത്തുന്ന അനുയായികൾ. എത്ര ക്രമവും ചിട്ടയുമാണ് നമസ്കാരത്തിലൂടെ നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. ആ നമസ്കാരത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നവൻ ഒരു പക്ഷേ പാവപ്പെട്ടവനാകാം, അല്ലെങ്കിൽ അറിവില്ലാത്തവനാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ അറിയപ്പെടാത്ത പാവപ്പെട്ട ഒരു മനുഷ്യനാകാം. എന്നാലും ഞാൻ അവനെ ചേർത്ത് നിർത്തുന്നു, എൻ്റെ അരികിലേക്ക് ചേർത്ത്. അപ്പൊ അവിടെ പണക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ ആ വ്യത്യാസമില്ല, നേതാവ് അല്ലെങ്കിൽ അനുയായി ആ ഒരു വ്യത്യാസമില്ല. സമൂഹത്തിൽ ആരാണെങ്കിലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ കഅന്നഹും ബുനിയാനുൻ മർസൂസ്, ഇങ്ങനെ അടുക്കി വച്ച പോലെ, ഇഷ്ടികകൾ അടുക്കി വച്ച പോലെ അവർ നിൽക്കുന്നു. അതാണ് വിശ്വാസികളുടെ ഒരു പ്രത്യേകത. അപ്പോ സാഹോദര്യത്തിന്റെ ഒരു സന്ദേശം നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ്. ഇഖ്വ എന്ന് പറയുമ്പോൾ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചവർ, ഒരേ പൊക്കിൾ കൊടി മുറിക്കപ്പെട്ടവർ, അങ്ങനെയാണ് ഇഖ്വത്ത് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ് എന്നതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് നമസ്കാരം. ആ ചേർന്നുള്ള നൃത്തം ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു സന്ദേശം നമസ്കാരം പ്രകാശിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ തൊട്ട് മുമ്പിൽ നിൽക്കുന്നവന്റെ കാലിന്റെ ചോട്ടിലായിരിക്കും നിങ്ങളുടെ ശിരസുണ്ടാവുക. നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ തൻ്റെ തൊട്ട് മുമ്പിൽ അണിനിരന്ന തൻ്റെ സഹോദരന്റെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് എൻ്റെ ശിരസ് ഞാൻ വയ്ക്കുന്നത്. അത്രമാത്രം വിനയം ആ നമസ്കാരത്തിലൂടെ നമ്മൾ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ ആരുമല്ല, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ എളിയ ദാസനല്ലാതെ മറ്റാരുമല്ല എന്ന ഒരു മെസ്സേജ്, ആ ഒരു സന്ദേശമാണ് നമസ്കാരത്തിലൂടെ നമ്മളൊക്കെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ നമസ്കാരത്തിലൂടെ വിനയം, സാഹോദര്യം, ഐക്യം, അച്ചടക്കം, പിന്നെന്താ അനുസരണം, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു ഇബാദത്ത് കൂടിയാണ് നമസ്കാരം. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എത്ര കാലമായി നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെയും അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പള്ളിയിലേക്ക് പോകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട സൂറത്ത് അഅറാഫിലെ 31-ാമത്തെ ആയത്താണ്. യാ ബനി ആദം, അല്ലയോ ആദമിന്റെ മക്കളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നല്ല വൃത്തിയോടെ നമസ്കരിക്കാൻ വേണ്ടി പോവുക. ഖുദൂ സീനതകും, നിങ്ങൾ സീനത്ത് അഥവാ അലങ്കാരം അണിയുക. ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ആഡംബരത്തെ ഇഷ്ടപ്പെടുന്നില്ല, അത് ധൂർത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ സീനത്ത്, അവിടെ അലങ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃത്തിയും വെടിപ്പുമാണ്, ശുചിത്വമാണ്. നല്ല വെടിപ്പോടെ, വൃത്തിയോടെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക. അപ്പോൾ തൻ്റെ കൂടെയുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ സഫിൽ നിൽക്കരുത്, ദുർഗന്ധമുള്ള ഒരു അവസ്ഥയിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കരുത് എന്നർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉള്ളി തിന്നുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകരുത്. ഒരു പ്രബലമായ ഹദീസാണ്. അപ്പം അതിൻ്റെ ആശയം എന്താ? ഉള്ളി തിന്നുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഗന്ധം, ഒരു മോശമായ, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ദുർഗന്ധം അത് മറ്റുള്ളവർക്ക് ലഭിച്ചേക്കാം. അപ്പം അതൊക്കെ തിന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ വൃത്തിയായി അതൊക്കെ വൃത്തിയാക്കിയ ശേഷം നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുക എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ സഹോദരനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലുള്ള ദുർഗന്ധങ്ങളൊന്നും തൻ്റെ ശരീരത്തിലോ തൻ്റെ വസ്ത്രത്തിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഖുദൂ സീനതകും, എല്ലാ അലങ്കാരങ്ങളും അണിയണം, വൃത്തിയോടെ പള്ളിയിലേക്ക് പോകണം എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം നമസ്കാരത്തിന് പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരിക, ഞാൻ നമസ്കരിച്ച പോലെ നമസ്കരിക്കുക എന്നൊക്കെ അള്ളാഹുവിൻ്റെ ദൂതൻ പറയുമ്പോൾ നമ്മൾ മാമൂലായി ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു കർമ്മമല്ല നമസ്കാരം. അതിന് ആത്മാവുണ്ട്, അതിന് ക്രമമുണ്ട്, അതിന് ചിട്ടയുണ്ട്. അത് കേവലം ഒരു ഇബാദത്തല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താ? ഇങ്ങനെ നമസ്കരിച്ചാൽ, ഇതുപോലെ നമസ്കാരത്തെ നിർവഹിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണമെന്താണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബിമാരെ വിളിച്ചിരുത്തി അദ്ദേഹം ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്ത ഒരു ഉപദേശമാണ്. അദ്ദേഹം ഇങ്ങനെ ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വീടിൻ്റെ സമീപത്തുകൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ നദിയിൽ 5 നേരവും മുങ്ങി കുളിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് അവശേഷിക്കുമോ? സഹാബിമാർ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല, ലാ യബ്ഖാ മിൻ ദർനിഹി ഷൈ, ഞങ്ങളുടെ ദേഹത്ത് ഒരഴുക്കും അവശേഷിക്കുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക മസലു സ്വലാത്തുൽ ഖംസ്, ഇതുപോലെയാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉപമ. അപ്പൊ 5 നേരം നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കലാണ്, ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു, റസൂൽ എങ്ങനെയാണോ നമസ്കരിച്ചത്, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. നമുക്ക് തോന്നിയ പോലെ നമസ്കരിച്ചാൽ ഈ വിശുദ്ധി നമുക്കുണ്ടാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ ഈ പറഞ്ഞ രൂപത്തിൽ ആ സഫിന് പ്രാധാന്യം കൊടുത്ത് നമസ്കാരത്തിന്റെ ചിട്ടയും ക്രമവും പാലിച്ച് അച്ചടക്കത്തോടെ ആ കർമ്മം നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ 5 നേരം മുങ്ങിക്കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അഴുക്കും അവശേഷിക്കുകയില്ല. ഇതുപോലെ നിങ്ങളുടെ ആത്മാവ് കഴുകി വൃത്തിയാക്കപ്പെടുന്നു. അപ്പൊ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ മറ്റൊരു വചനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുക നമസ്കാരമാണ്. അള്ളാഹുവിന്റെ ഒന്നാമത്തെ ചോദ്യം, നീ നമസ്കാരം നിർവഹിച്ചോ? അതിനെക്കുറിച്ചായിരിക്കും. ആ നമസ്കാരം ശരിയായാൽ ബാക്കിയെല്ലാം ശരിയായി. ആ നമസ്കാരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമസ്കാരമാണ് ശരിയാക്കേണ്ടത്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബിയുടെ ചോദ്യമുണ്ട്, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും നല്ല അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരം, അസ്സലാത്തു അലാ വഖ്തിഹാ, സമയാസമയത്ത് നമസ്കരിക്കലാണ്. ആ സഹാബി രണ്ടാമത് ചോദിച്ചു, സുമ്മ അയ്യ, പിന്നെ ഏതാണ്? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക. പിന്നീട് സുമ്മ അയ്യ, പിന്നീട് ഏതാണ്? അൽ ജിഹാദു ഫീ സബീലില്ലാ, പടച്ചവന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങളൊക്കെ നിർവഹിക്കുക, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുക. പലപ്പോഴായി നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്, ഈ ഹദീസിനെ നമ്മൾ തല കുത്തനെ നിർത്തിയിരിക്കുകയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ ആശയം? അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് 1-ാം സ്ഥാനം, പിന്നീട് നമസ്കാരം, പിന്നീട് മാതാപിതാക്കൾ, അങ്ങനെയൊക്കെ. അപ്പൊ അതായത് നമസ്കാരത്തിന് പ്രാധാന്യമില്ല, പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷെ നമസ്കാരത്തിനാണ് പ്രാധാന്യം. ദീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ നമസ്കാരത്തിനാണ് പ്രാധാന്യം. നമസ്കാരമാണ് ശരിയാവേണ്ടത്. അത് കഴിഞ്ഞിട്ട് ദീനുമായി ബന്ധപ്പെട്ട ദഅവത്ത് അല്ലെങ്കിൽ ഇസ്ലാഹ് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അഥവാ സംസ്കരണ പ്രവർത്തനങ്ങൾ, മനുഷ്യരെ നന്നാക്കലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ദീനീ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം നമസ്കാരത്തിനാണ്. നമസ്കാരം ശരിയായില്ലെങ്കിൽ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നാളെ പരലോകത്ത് 1-ാം സ്ഥാനം നമസ്കാരമാണ്. അവിടെയാണ് 1-ാമത്തെ ചോദ്യം. അതിന് കൃത്യമായ മറുപടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അമലുകൾ അള്ളാഹു ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. അപ്പം നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിർവഹിക്കുക, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരത്തിലൂടെ കിട്ടേണ്ടതായ ഗുണങ്ങൾ അത് നേടിയെടുക്കേണ്ടതാണ്. ഈ നമസ്കാരം പഠിപ്പിച്ചത് അള്ളാഹുവും അവൻ്റെ ദൂതനുമാണ്. നിങ്ങൾ ബാക്കിയുള്ള ഉറൂസ് അല്ലെങ്കിൽ വേറെ ഒരുപാട് മനുഷ്യനിർമ്മിതമായ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രദേശത്ത് കാണാൻ കഴിയും. അതൊക്കെ മനുഷ്യരുണ്ടാക്കി വെച്ച ആചാരങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് അള്ളാഹു നമ്മെ പഠിപ്പിച്ചതാണ്.
ഇത് പടച്ചവന്റെ ദീനാണ്. അള്ള പഠിപ്പിച്ച ഇബാദത്ത്, അത് നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, അത് സക്കാത്താകട്ടെ, ഏത് ആരാധനയുമാകട്ടെ, അള്ളാഹുവും അവന്റെ ദൂതനും പഠിപ്പിച്ചതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യാതൊരു മനുഷ്യരുണ്ടാക്കി വെച്ച ആചാരങ്ങൾക്കോ സമ്പ്രദായങ്ങൾക്കോ മനുഷ്യരുണ്ടാക്കി വെച്ച പ്രാർത്ഥനകൾക്കോ നേർച്ചകൾക്കോ വഴിപാടുകൾക്കോ യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ ചില ആളുകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെയും കാണാൻ കഴിയും. നമസ്കാരത്തിനാണ് പ്രാധാന്യം. അതിൽ സുബഹി നമസ്കാരത്തിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ നമസ്കാരങ്ങൾക്കും അള്ളാഹു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും സുബഹി നമസ്കാരത്തിന് വലിയ പ്രാധാന്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സുബഹി നമസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്ന ആയത്ത് ഓതുകയും അതിന്റെ അർത്ഥം പറയുകയും ചെയ്തിരുന്നു. സുബഹി നമസ്കാരം, ആ സുബഹി നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നാളെ പടച്ചവന്റെ കോടതിയിൽ സാക്ഷി പറയും. അള്ളാഹുവോട് സാക്ഷി പറയും. അത്രമാത്രം സുബഹി നമസ്കാരം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു, അള്ളാഹുവോട് സംസാരിക്കുന്നു. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു നമസ്കാരമാണ് സുബഹി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 2 നമസ്കാരങ്ങൾ കപട വിശ്വാസികൾക്ക് പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുമ്പോൾ പ്രവാചകന്റെ സഹാബികൾക്കിടയിൽ കപട വിശ്വാസികളുണ്ട്. മുസ്ലിമാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ കപട വിശ്വാസികൾ എന്ന് പറയുന്നത്. എന്നാൽ ഈമാൻ കുറഞ്ഞ, ഇസ്ലാമിനോട് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. താല്പര്യമില്ലേ? താല്പര്യമില്ല. അങ്ങനെ 2 വഞ്ചിയിൽ കാലുകുത്തിയ ആളുകൾ, അവരെയും നമ്മൾ മുനാഫിഖ് എന്നാണ് വിളിക്കാറ്. കാര്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അപ്പൊ ശത്രുക്കൾക്ക് വേണ്ടി ചാരവൃത്തി നടത്തുന്ന മുസ്ലിം വേഷം കെട്ടിയവർ, അവർ മുനാഫിക്കാണ്. ഒറിജിനൽ മുനാഫിക്ക് അവരാണ്. എന്താ ഈമാൻ കുറഞ്ഞവരും 2 വഞ്ചിയിൽ കാലുകുത്തിയിട്ട് വേണോ വേണ്ടയോ, ഏതാണ് ശരി എന്ന് അപ്പോഴും അവർക്ക് സംശയമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു വിഭാഗം, അവരും മുനാഫിക്കാണ്. പിന്നെ പാപങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതെ, അങ്ങനെ ഈമാൻ ഉണ്ടെങ്കിലും ഈമാൻ ഇല്ലാത്ത പോലെ ഒരു ജീവിതം, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരും മുനാഫിക്കാണ്, കപട വിശ്വാസികളാണ്. അവരെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 നമസ്കാരം അവർക്ക് പ്രയാസമുണ്ടാക്കും. ഒന്ന് സുബഹിയാണ്, മറ്റൊന്ന് ഇശാ നമസ്കാരമാണ്. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അലസന്മാരായിട്ട്, മടിയന്മാരായിട്ട്, ആങ്ങി തൂങ്ങി ഒരു താല്പര്യവുമില്ലാതെ നമസ്കരിക്കാൻ വേണ്ടി അവർ കടന്നു വരും. ഇത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അപ്പോ സഹാബെ കിറാം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ആയത്ത് ഇറങ്ങിയ ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ ശേഷം സഹാബിമാർ ഇങ്ങനെ കാത്തിരുന്നു. പള്ളിയിൽ ആരാണ് ആടി തൂങ്ങി വരുന്നത്? ആരാണ് അലസമായിട്ട് വരുന്നത്? നമസ്കാരം കഴിയുമ്പോൾ തന്നെ അവര് പുറത്തു പോകുന്നു. ഏറ്റവും വൈകി വരുന്നു, നേരത്തെ പോകുന്നു. വളരെ വളരെ വൈകി വരുന്നു, നേരത്തെ എഴുന്നേറ്റ് പോകുന്നു. ആരാണ് അവര്? സഹാബിമാർ കാത്തിരുന്നു. അവർക്ക് കാര്യം മനസ്സിലായി, പക്ഷെ അവർ പുറത്തു പറഞ്ഞില്ല, അവർ മിണ്ടിയില്ല. കാരണം ഗീബത്ത്, പരദൂഷണം പറയേണ്ടതില്ല. അവർ മൗനികളായി. പക്ഷെ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ്. കാപട്യത്തിൽ, ഈമാനിന്റെ കുറവിൽ ഞാനും നിങ്ങളും അകപ്പെട്ടു പോയിട്ടുണ്ടോ? നമസ്കാരമാണ് പരിശോധിക്കാനുള്ള മാനദണ്ഡം. അവിടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ചിട്ടയില്ല, ക്രമമില്ല, തോന്നിയ പോലെ ഒക്കെയാണോ? ആണെങ്കിൽ നാം അറിയാതെ ക്യാൻസർ പോലെ ഈ മാരക രോഗം നമ്മെ പിടികൂടിക്കൊണ്ടിരിക്കുക. ഈ കാപട്യം, നിഫാഖ്. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, നമസ്കരിക്കാൻ വേണ്ടി അലസമായിട്ട്, ഒരു ഗൗരവമില്ലാതെ നമസ്കാരത്തെ സമീപിക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രകൃതം നമുക്കുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നടും തൂണാണ് നമസ്കാരം. ഈ പള്ളി നിലനിൽക്കുന്നത്, അതിന്റെ പില്ലറുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറുകൾ അവിടെയാണ്. ആ പില്ലർ പോയാൽ പിന്നെ ഈ പള്ളിക്ക്, ഈ കെട്ടിടം നിലനിൽക്കില്ല, താഴെ വീഴും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിന്റെ നടും തൂൺ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അസ്ഥിവാരം, അതാണ് നമസ്കാരം. അത് തകർന്നാൽ എന്നിൽ പിന്നെ ഇസ്ലാം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നിൽ ഇസ്ലാം ഉണ്ട് എന്നതിന്റെ അടയാളമാണ് നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ.
അത് പോയാൽ എൻ്റെ ആ പില്ലർ, ആ നെടുംതൂൺ അത് ഒടിഞ്ഞു പോയിരിക്കുന്നു, അഥവാ ഞാൻ പിന്നെ മുസ്ലിം അല്ലാതായി മാറിയിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരത്തിലെ കൃത്യനിഷ്ഠ വേണം എന്ന് മാത്രമല്ല, നമസ്കാരത്തിലൂടെ ലഭിക്കേണ്ട ഗുണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സാഹോദര്യം, സ്നേഹം, അനുകമ്പ, വിനയം, അച്ചടക്കം, ചിട്ട, ശുചിത്വം, വൃത്തി, ഇതൊക്കെ നമുക്ക് ലഭിക്കുകയും വേണം. അതൊക്കെ ലഭിക്കുമ്പോഴാണ് നമസ്കാരത്തിൻ്റെ ആ പരിപൂർണതയിലേക്ക്, അതിൻ്റെ ആത്മീയവും അതിൻ്റെ ഭൗതികവുമായ നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധ്യമാവുകയുള്ളൂ. പ്രിയ സഹോദരങ്ങൾ, വിശ്വാസികൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. അള്ളാഹുവിൻ്റെ അതിവിശാലമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ ഏറ്റവും മുന്തിയ പരിഗണനയുള്ള ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു കാന ഗഫൂറുർ റഹീം.